സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അങ്ങോട്ട് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള പദ്ധതി ഏത്? സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുവാനുള്ള പദ്ധതി ഏത്? സ്പേസ് ആണ്. സ്പേസ് പദ്ധതിയുടെ പേര് സ്പേസ്, SPAC, സ്ക്രാപ്പ് പ്രോസസിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെന്റ്. സ്ക്രാപ്പ് പ്രോസസിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെന്റ് പദ്ധതിയുടെ പേര് സ്പേസ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി സിയാലിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? സിയാലിന്റെ പുതിയ ചെയർമാൻ VD സതീശനാണ്. കേരള മുഖ്യമന്ത്രിയാണ് സിയാലിന്റെ ചെയർമാൻ ആക്കുന്നത്. സിയാലിന്റെ നിലവിലെ ചെയർമാൻ VD സതീശൻ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1 വിജയകരമായിട്ട് വിക്ഷേപിച്ചത് ഏത് സ്ഥാപനമാണ്? അപ്പൊ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിക്രം-1 ആണ്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ഏതാണ്? വിക്രം-1 ആണ്. ഇവിടെ ചോദ്യം എന്താണ്? വിക്രം-1 വിജയകരമായിട്ട് വിക്ഷേപിച്ച സ്ഥാപനം ഏത് എന്നതാണ്. സ്കൈറൂട്ട് എയറോസ്പേസ് ആണ്. സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് വിക്രം-1 വിശേഷിപ്പിച്ചത്. വിക്രം-1 എന്താണ്? രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് ആണ് വിക്രം-1 വിക്ഷേപിച്ചത്. സ്കൈറൂട്ട് എയറോസ്പേസ്. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രകാരം മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഛായാഗ്രഹകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷെഹനാദ് ജലാലിനാണ്. ഷെഹനാദ് ജലാൽ. ഏത് ചിത്രത്തിലേതാണ്? ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലേതിനാണ് മികച്ച ഛായാഗ്രഹകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷെഹനാദ് ജലാൽ. ചിത്രം ബ്രഹ്മയുഗം. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രകാരം മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആര്? മികച്ച ഗായിക. മികച്ച ഗായിക ആരാണ്? വൈക്കം വിജയലക്ഷ്മിയാണ്. വൈക്കം വിജയലക്ഷ്മി. ARMലെ പാട്ടിനാണ് വൈക്കം വിജയലക്ഷ്മിക്ക് പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രകാരം മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരെല്ലാം? മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ ആരെല്ലാമാണ് നേടിയത്? മമ്മൂട്ടി, അതുപോലെ കാർത്തിക് ആര്യൻ എന്നിവർക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മമ്മൂട്ടി ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന്, അതുപോലെ കാർത്തിക് സൂര്യൻ ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനുമാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പം മികച്ച നടൻ ആരൊക്കെയാണ്? മമ്മൂട്ടി, കാർത്തിക് ആര്യൻ എന്നിവരാണ്. മമ്മൂട്ടി ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനും കാർത്തിക് ആര്യൻ ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനുമാണ് പുരസ്കാരത്തിന് അർഹമായത്. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രകാരം മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മികച്ച നടി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് യാമി ഗൗതമാണ്. യാമി ഗൗതം ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആർക്കാണ്? യാമി ഗൗതമിന് ലഭിച്ചത്. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകൻ ആരാണ്? മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമിയാണ്. അമരൻ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. 2024 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച സിനിമ ഏത്? ഏത് ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്?
ആർട്ടിക്കിൾ 370 എന്ന ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആർട്ടിക്കിൾ 370 സംവിധാനം ചെയ്തതാരാണ്? ആദിത്യ സുഹാസ് ജാംബ്ലെ ആണ്. ആദിത്യ സുഹാസ് ജാംബ്ലെ. മികച്ച ചിത്രം ആർട്ടിക്കിൾ 370. സംവിധാനം ആരാണ്? ആദിത്യ സുഹാസ് ജാംബ്ലെ ആണ്. ആദിത്യ സുഹാസ് ജാംബ്ലെ. ഇനി 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രകാരം മികച്ച സഹനടൻ ആരാണ്? മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് അർഹനായത് സഞ്ജയ് മിശ്രയാണ്. ഏതാണ് ചിത്രം? ഭക്ഷക് എന്ന ചിത്രത്തിനാണ് ഭക്ഷക് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സഞ്ജയ് മിശ്ര മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയത്. അടുത്തത് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയവർ ആരല്ല? മികച്ച സഹനടി സജന നമിദാസ്. മഹാരാജ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സജന നമിദാസും അതുപോലെ മിഥ്യ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രൂപ വർക്കാടി. ഇവർ രണ്ടുപേർക്കുമാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചത്. ആരൊക്കെയാണ്? സജന നമിദാസ് ചിത്രം മഹാരാജ, രൂപ വർക്കാടി ചിത്രം മിഥ്യ. ഇനി 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രകാരം മികച്ച ഗായകൻ ആര്? അഭയ് ജോധ്പുർക്കർ ആണ്. ചിത്രം ഘരത് ഗണപതി എന്ന ചിത്രത്തിലെ ഗാനത്തിന് അഭയ് ജോധ്പുർക്കറിന് പുരസ്കാരം ലഭിച്ചത്. അഭയ് ജോധ്പുർക്കർ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രകാരം മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ്. ഫെമിനിച്ചി ഫാത്തിമ. 2024 പുരസ്കാരങ്ങൾ, ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടത് പെട്ടെന്ന് തന്നെ ഒന്നുകൂടി നോക്കാം. മികച്ച ഛായാഗ്രഹൻ ഷഹനാദ് ജലാൽ ചിത്രം ഭ്രമയുഗം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി ചിത്രം ARM. മികച്ച നടൻ മമ്മൂട്ടി അതുപോലെ കാർത്തിക് സൂര്യൻ. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി, ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യൻ. ഇനി മികച്ച നടി യാമി ഗൗതം. ചിത്രം ഏതാണ്? ആർട്ടിക്കിൾ 370. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 370 ആണ്. സംവിധാനം ചെയ്തത് ആദിത്യ സുഹാസ് ജാംബ്ലെ. സഹനടനുള്ള പുരസ്കാരം നേടിയത് സഞ്ജയ് മിശ്രയാണ്. ചിത്രം ഭക്ഷക്. സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടുപേർക്കാണ്. സജന നമിദാസ് മഹാരാജ എന്ന ചിത്രം, അതുപോലെ രൂപ വർക്കാടി ചിത്രം മിഥ്യ. മികച്ച ഗായകൻ അഭയ് ജോധ്പുർക്കർ ചിത്രം ഘരത് ഗണപതി. ഇനി മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഫെമിനിച്ചി ഫാത്തിമ. അടുത്ത ചോദ്യം, ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേത്രിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് PV സിന്ധു ആണ്. PV സിന്ധു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേത്രിയാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആര് എന്ന് ചോദിച്ചാൽ PV സിന്ധു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് എവിടെ? 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ്. 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആര്? ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം യാസ്തിക ഭട്ടായിയാണ്. ഇന്ത്യയുടെ യാസ്തിക ഭട്ടായിയ. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരമാണ് യാസ്തിക ഭട്ടായിയ, ഇന്ത്യൻ താരം. 2026 അണ്ടർ-19 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാവ് ആര്? യൂറോ കപ്പ് ഫുട്ബോൾ ജേതാവ് അണ്ടർ-19 സ്പെയിൻ ആണ്. അണ്ടർ-19 സ്പെയിൻ. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായിട്ട് നിയമിതനായത് ആര്? ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റ് വിശ്വനാഥ് ആനന്ദാണ്. ഫിഡെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് വിശ്വനാഥ് ആനന്ദ്. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായിട്ട് നിയമിതനായത് വിശ്വനാഥ് ആനന്ദ്. ഫിഡെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം.
ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആര്? ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ ആദ്യ ഇന്ത്യൻ താരം അനാഹത് സിംഗ് ആണ്. അനാഹത് സിംഗ് സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് അനാഹത് സിംഗ്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയത് ആര്? എത്ര കിലോയാണ്? 48 കിലോ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയത് മീരാബായ് ചാനു ആണ്. മീരാബായ് ചാനുവിന് 2018, 22 ഗെയിംസിലും സ്വർണം നേടിയിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയത് മീരാബായ് ചാനു. 2018-ലും 2022 ഗെയിംസിനും ചാനു സ്വർണം നേടിയിരുന്നു. അന്തരിച്ച വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ആര്? അടുത്തിടെ അന്തരിച്ച വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ഗാരി ഫീൽഡ് സോബേഴ്സ് ആണ്. ഗാരി ഫീൽഡ് സോബേഴ്സ്. ലോകമാന്യ തിലക് പുരസ്കാരം നേടിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആര്? ലോകമാന്യ തിലക് പുരസ്കാരം നേടിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആണ്. അജിത് ഡോവൽ. ഭരത് മുരളി പുരസ്കാരം നേടിയത് ആര്? ഭരത് മുരളി പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ ആണ്. അടൂർ ഗോപാലകൃഷ്ണൻ. പെറുവിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? പെറുവിന്റെ പുതിയ പ്രസിഡന്റ് കെയ്കോ ഫ്യൂജിമോറിയാണ്. കെയ്കോ ഫ്യൂജിമോറിയാണ് പെറുവിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തര കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനായത് ആര്? ഉത്തര കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായത് ആര്? സഞ്ജീവ് ജെയിൻ ആണ്. സഞ്ജീവ് ജെയിൻ. ഉത്തര കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജീവ് ജെയിൻ. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആര്? ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആൻഡി ബേൺഹാം ആണ്. ആൻഡി ബേൺഹാം ആണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റത്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ വനിതകളുടെ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ചാടി ദേശീയ റെക്കോർഡ് നേടിയ മലയാളി താരം ആര്? ആൻസി സോജൻ ആണ്. ആൻസി സോജൻ. എവിടെയാണ്? ഒഡീഷയിൽ ഭുവനേശ്വറിൽ നടന്ന ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ചാടി ദേശീയ റെക്കോർഡ് നേടിയ മലയാളി താരമാരാണ്? ആൻസി സോജൻ. ആൻസി സോജൻ. അടുത്തിടെ അന്തരിച്ച നോക്കുവിദ്യ പാവകളി പ്രതിഭ മോനിപ്പള്ളി മുഴിക്കൽ പങ്കജാക്ഷി അമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? അടുത്തിടെ അന്തരിച്ച് നോക്കുവിദ്യ പാവകളി പ്രതിഭ മോനിപ്പള്ളി മുഴിക്കൽ പങ്കജാക്ഷി അമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചത് 2020-ലാണ്. 2020. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിയായ നമോ ഗ്രീൻ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെ? രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയാണ് നമോ ഗ്രീൻ ട്രെയിൻ. നമോ ഗ്രീൻ ട്രെയിൻ എവിടെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനാണ്. 2026 ജൂലൈ 17. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ 2026 ജൂലൈ 17 ഫ്ലാഗ് ഓഫ് ചെയ്തത്. ജിന്ദ് മുതൽ സോണിപ്പത്ത് വരെയുള്ള 89 കിലോമീറ്ററാണ് ദൈർഘ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് ആരംഭിച്ച വിബിജി റാംജി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ പദ്ധതിയുടെ ഔദ്യോഗിക കേന്ദ്രതല ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലെ മുക്കവരിപ്പള്ളിയിലാണ് ഉദ്ഘാടനം നടന്നത്. 2026 ജൂലൈ 2. 2026 ജൂലൈ 2. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് വന്നത് ഏതെന്ന് ചോദിച്ചാൽ വിബിജി റാംജിയാണ്. വിബിജി റാംജി എന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ആണ്. പദ്ധതിയുടെ ഔദ്യോഗിക കേന്ദ്രതല ഉദ്ഘാടനം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ തിരുപ്പതിയിലെ മുക്കവരിപ്പള്ളി എന്ന സ്ഥലത്ത്. ഇനി എന്നാണ് ഉദ്ഘാടനം നടന്നത്? 2026 ജൂലൈ 2-നാണ്. 2026 ജൂലൈ 2. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഉപഭോക്തൃ സുരക്ഷാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ.
ബ്രിട്ടനിലെ പുതിയ AI മന്ത്രിയായ കനിഷ്ക നാരായണൻ ഏത് സംസ്ഥാനം സ്വദേശിയാണ്? കനിഷ്ക നാരായണൻ ബീഹാർ സ്വദേശിയാണ്. ബീഹാർ സ്വദേശി. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റാ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെ? കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റാ സെന്റർ കൊച്ചിയിലാണ്. കൊച്ചി. 2027 ജൂണിൽ നടക്കുന്ന ഗ്ലോബൽ AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2027 ജൂണിൽ നടക്കുന്ന ഗ്ലോബൽ AI ഉച്ചകോടിയുടെ വേദി സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവ. ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ? ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല നിലവിൽ വരുന്നത്. ചരിത്ര പ്രസിദ്ധമായ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രഥമ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് ആര്? ഇന്ത്യയാണ് 270 റൺസിന്. ചരിത്ര പ്രസിദ്ധമായ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രഥമ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് ഇന്ത്യ. സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് നടത്തിവരുന്ന ലഹരി വേട്ട പദ്ധതി ഏത്? സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് നടത്തിവരുന്ന ലഹരി വേട്ട പദ്ധതിയാണ് ഓപ്പറേഷൻ വജ്ര. പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ വജ്ര. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കണിച്ചാറിലാണ് കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കണിച്ചാറിൽ. രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? അടുത്തിടെ രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 2026 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിനാണ്. ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തിയത് സ്പെയിൻ. ന്യൂജേഴ്സിയിലെ ഏത് സ്റ്റേഡിയത്തിലാണ്? മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത്. 1-0 പരാജയപ്പെടുത്തി. രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണ ദൗത്യത്തിന്റെ നാമകരണം എന്താണ്? ആഗമൻ. ഹൈദരാബാദിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനമായ സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തത്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1ന്റെ വിക്ഷേപണ ദൗത്യത്തിന് നൽകിയ നാമകരണമാണ് ആഗമൻ എന്നത്. ആഗമൻ. ഹൈദരാബാദിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനമായ സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തത്. ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആര്? ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് മഹേഷ് ദീക്ഷിത് ആണ്. മഹേഷ് ദീക്ഷിത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആര്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ UP രാജീവാണ്. ഡോക്ടർ UP രാജീവാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത്. 2026 നാറ്റോ ഉച്ചകോടി ജൂലൈ 7-8 തീയതികളിൽ നടന്നത് എവിടെയാണ്? 2026 നാറ്റോ ഉച്ചകോടി നടന്നത് എവിടെയാണ്? തുർക്കിയിലെ അങ്കാറയിലാണ്. തുർക്കിയിലെ അങ്കാറ. 2026 ജൂണിൽ റിക്ടർ സ്കെയിലിൽ 7.5ഉം 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങളുണ്ടായ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? വെനസ്വേലയാണ്. വെനസ്വേലയിലാണ് ഭൂകമ്പമുണ്ടായത്. 2026 ജൂണിൽ റിക്ടർ സ്കെയിലിൽ 7.5 7.2മാണ് തീവ്രത രേഖപ്പെടുത്തിയത്. ഏത് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്താണ്? വെനസ്വേല. കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആര്? കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥനാണ്. N. ശേഷാദ്രിനാഥൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിച്ച് നാസ ശാസ്ത്രജ്ഞൻ ആര്? ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിച്ച നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോനാണ്. അനിൽ മേനോൻ. 8 മാസമാണ് ബഹിരാകാശത്ത് ചെലവിടുന്നത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ്
MS-29 പേടകത്തിൽ ജൂലൈ 14 എന്നാണ്. ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. അനിൽ മേനോൻ. ഭൗതിക ശാസ്ത്രത്തിനുള്ള വൂൾഫ് പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ ആര്? ഭൗതിക ശാസ്ത്രത്തിനുള്ള വൂൾഫ് പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജൈനേന്ദ്ര കെ ജെയിൻ ആണ്. ജൈനേന്ദ്ര കെ ജെയിൻ. സഹകരണ വകുപ്പിന്റെ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയത് ആര്? സഹകരണ വകുപ്പിന്റെ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയത് KA ചന്ദ്രനാണ്. KA ചന്ദ്രൻ. അവസാനത്തെ ചോദ്യം, മാനവ സേവാ വെൽഫെയർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നേടിയ നടൻ. മാനവ സേവാ വെൽഫെയർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നേടിയത് ലാലു അലക്സ് ആണ്. ലാലു അലക്സ്. ഈ 50 ചോദ്യങ്ങളും പ്രത്യേകം നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.